ഇവിടെ എത്തിയിട്ടുണ്ട്. ദയവേത് കൃഷി സ്ഥലത്ത് പ്രവേശിക്കാതെ റോഡിൽ ഈ റോഡിൽ കൂടെ മാത്രം നിന്നുകൊണ്ട് കാണണം എന്നാണ് പറയുന്നത്. നമസ്കാരം. അപ്പം നമ്മളിന്നുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ്. നമ്മൾക്ക് ഈ ഫിലിം ലൊക്കേഷനിലൊക്കെ പോലെ നമ്മൾ ആന്ധ്രയിലൊക്കെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മളുടെ സൂര്യകാന്തി തോട്ടം അത് നമ്മളുടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. മലപ്പുറം ജില്ലയിലുള്ള കരിഞ്ഞാമ്പടി, എൻ്റെ പെരിന്തൽമണ്ണയിൽ നിന്നും വെറും 11 കിലോമീറ്ററാണ്. നമ്മളുടെ പരവയ്ക്കൽ ടൗണിൽ നിന്നും വളരെ ഒരു കിലോമീറ്ററോളം അത്രേ ഉണ്ടാവുള്ളൂ. കരിഞ്ഞാമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെ മനോഹരമായ കാഴ്ചകളാണ്. അപ്പോൾ നമ്മളുടെ അവിടുത്തെ കാഴ്ചകളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ കാഴ്ചകളിലേക്ക് പോയിട്ട് വരാം. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് എല്ലാവർക്കും എത്തിക്കുക. പോകുന്ന വഴികളിലെ യാത്രകളാണ്. നല്ല അടിമനോഹരമായ റോഡുകളാണ്. കുണ്ടും കുഴികളോ കാര്യമൊന്നും ഇല്ലാത്ത അടിപൊളി റോഡാണ്. ഒരു 11 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡൈവേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് എത്താറായി. പരവയ്ക്കൽ അങ്ങാടി നമ്മൾ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പരവയ്ക്കൽ എന്നുള്ള ജംഗ്ഷനിൽ നിന്ന് നമ്മൾ രാമപുരമൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ്. ഈ റോഡ് മൊത്തം പോയി കഴിഞ്ഞാൽ രാമപുരത്തേക്ക് എത്തും. കരിഞ്ഞാമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു കിലോമീറ്റർ കൂടി ഇല്ല, തികച്ചില്ല. ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ ഫിലിം ഷൂട്ടിങ്ങുകളൊക്കെ ഒരു സീനിനൊക്കെ വേണ്ടിയിട്ട് തെങ്കാശി അല്ലെങ്കിൽ ആന്ധ്രയിലൊക്കെ പോയി സൂര്യകാന്തി ചെടികളൊക്കെ നമ്മൾ വേണ്ടിയിട്ട് എടുത്തിട്ട് വരുന്ന, അതുപോലെ ഫിലിം പ്രവർത്തകർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് അത് നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഇതുപോലൊരു മനോഹരമായൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ നാട്ടിൽ നിന്ന് വെറും 11 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾ കുറച്ച് റോഡ് കാണിച്ചു എന്നുള്ളതാണോ? ശരിക്കും ഇതിൻ്റെ ഒരു ഡൈവേഷൻ പരവയ്ക്കൽ അങ്ങാടിയിൽ നിന്ന് ഒരു 200 മീറ്ററിന് റൈറ്റ് ഫസ്റ്റ് കാണുന്ന, അല്ലെങ്കിൽ ഫസ്റ്റ് കാണുന്ന റൈറ്റ്, ലെഫ്റ്റിലേക്ക് റോഡ് പോകുന്നുണ്ട്. ലെഫ്റ്റല്ല, റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പിന്നെ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഒരു മദ്രസ ഉണ്ടാവും. മദ്രസയാണ് അതിൻ്റെ ലാൻഡ്മാർക്ക്. മദ്രസ എത്തുന്നതിന് മുന്നേ റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. നമുക്ക് ഇതടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്. അതിൽ നമ്മൾ റൈറ്റിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ വഴിക്ക് ചെറിയൊരു വഴിയാണ്, പക്ഷെ ഇവിടെ മണ്ണ് വണ്ടി എല്ലാം പോവും. ആ വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഈ വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ചെറിയ വഴിയാണ്, കണ്ടോ? ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ചെറിയൊരു സ്ഥലം. ഈ പോണ വഴിക്ക് നമ്മൾ ഈ വെട്ടുകല്ലുകളൊക്കെ എടുക്കുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട് ഇവിടെ. റോഡുകളൊന്നും ഇവിടേക്ക് ടാറിട്ടിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയൊരു വഴി, ഇതിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ എത്തിയിട്ടുണ്ട്. ദയവേത് കൃഷി സ്ഥലത്ത് പ്രവേശിക്കാതെ റോഡിൽ ഈ റോഡിൽ കൂടെ മാത്രം നിന്നുകൊണ്ട് കാണണം എന്നാണ് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക. ഈ റോഡിലൂടെ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. കൃഷിസ്ഥലം നശിപ്പിക്കരുതെന്ന് വളരെ ദയവായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃഷിസ്ഥലങ്ങളൊന്നും നശിപ്പിക്കാതെ ഉള്ള കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഇതാണ്. ഫുൾ ചെടികളാണ് കേട്ടോ. ഇത് ചെടികൾ, സൂര്യകാന്തി ചെടികൾ എന്ന് പറയുമ്പോൾ വളരെ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് എവിടെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ മലപ്പുറം ജില്ലയിലാണ്. ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഫുള്ള് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. കരിഞ്ഞാമ്പടി നമ്മളെ പരവയ്ക്കൽ ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള സ്ഥലമാണ്. കോട്ടക്കൽ കടമ്പ റൂട്ടിൽ വരുമ്പോഴാണ് ഇതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള റൂട്ട്. പിന്നെ നമുക്ക് മലപ്പുറം വഴി വരുന്നവർക്ക് രാമപുരം വഴിയും വരാവുന്നതാണ്.
അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും വരിക. കരിഞ്ഞാമ്പടി ഗ്രൂപ്പ് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും വരിക, കാണാൻ എൻജോയ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.